1809 ജൂലൈ മാസം 4-ാം തീയതി കണ്ടനാട്ട് വെച്ച് നിര്യാതനായി കോലഞ്ചേരിയിൽ കബറടക്കപ്പെട്ടയാളാണ് മാർത്തോമ ഏഴാമൻ. അദ്ദേഹം പകലോമറ്റം കുടുംബത്തിലെ 7ാമത്തെ മാർത്തോമ മെത്രാപ്പൊലീത്തയായിരുന്നു. 1808 ഏപ്രിൽ 7-ാം തീയതി മാർത്തോമ ആറാമൻ അഥവാ ദിവന്നാസ്യോസ് ഒന്നാമൻ എന്ന് പറയുന്ന വലിയമാർ ദിവന്നാസ്യോസ് പുത്തൻകാവിൽ കബറടങ്ങിയിരിക്കുന്ന പിതാവ്, അദ്ദേഹത്തിന് ശേഷം സഭയുടെ നേതൃത്വം ഏറ്റെടുത്തയാളാണ് മാർത്തോമ ഏഴാമൻ. പകലോമറ്റം കുടുംബത്തിൽപ്പെട്ട 7ാമത്തെ മെത്രാപ്പൊലീത്തയാണ്. അദ്ദേഹം 1796 അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിരുന്ന ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്ത അദ്ദേഹത്തെ മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തി. അപ്പോൾ 1796 മുതൽ 1809 വരെയുള്ളതായ 13 വർഷക്കാലം മലങ്കര സഭയുടെ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് സഭയെ നയിച്ച പിതാവാണ് മാർത്തോമ ഏഴാമൻ. അദ്ദേഹം മാർത്തോമ ആറാമൻ്റെ കാലശേഷമാണ് മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനം ഏറ്റെടുത്തത്. അങ്ങനെ മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനം ഏറ്റെടുത്ത് 13 മാസം മാത്രമേ അദ്ദേഹത്തിന് 15 മാസത്തോളം മാത്രമേ അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുവാൻ സാധിച്ചുള്ളൂ. എങ്കിലും നീണ്ട 13 വർഷക്കാലം മാർത്തോമ ആറാമൻ്റെ സഹായിയായിരുന്നുകൊണ്ട് സഭയുടെ നേതൃസ്ഥാനത്ത് പ്രവർത്തിച്ചതായ മെത്രാപ്പൊലീത്തയാണ് മാർത്തോമ ഏഴാമൻ. മാർത്തോമ ഏഴാമൻ്റെ ജീവിത കാലഘട്ടത്തിൽ നടന്നതായ ചില നിർണായകമായ സംഭവങ്ങളെക്കുറിച്ച് പറയുവാനായിട്ടാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയുവാനായിട്ടുണ്ട് മാർത്തോമ ഏഴാമൻ്റെ ജീവിത കാലഘട്ടത്തെക്കുറിച്ച്. അതിന് പ്രധാനമായിട്ട് ഞാൻ ആശ്രയിക്കുന്ന ഒരു പുസ്തകം നിരണം ഗ്രന്ഥവരിയാണ്. ഈ നിരണം ഗ്രന്ഥവരി മാർത്തോമ ആറാമൻ എഴുതാൻ ആരംഭിച്ച് മാർത്തോമ ഏഴാമൻ അത് തുടർന്ന് എഴുതി 1830 വരെയുള്ളതായ 1750 മുതൽ 1830 വരെയുള്ളതായ സഭയുടെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് നിരണം ഗ്രന്ഥവരി. ഒരു താളിയോല ഗ്രന്ഥമായിരുന്നു. അത് പിന്നീട് അത് പ്രസിദ്ധീകരിക്കുവാനായിട്ട് സാധിച്ചു. ഇപ്പോൾ അതിൻ്റെ പുതിയൊരു എഡിഷൻ പ്രിയപ്പെട്ട പോൾ മണലിൽ അത് എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുമുണ്ട്. ഇതിനകത്ത് മാർത്തോമ ആറാമൻ്റെ ജീവിതകാലത്തെക്കുറിച്ചും മാർത്തോമ ഏഴാമന് സ്ഥാനമേൽക്കുന്നതിനെക്കുറിച്ചും ആ കാലഘട്ടത്തിൽ മലങ്കര സഭയ്ക്കുണ്ടായ പ്രതിസന്ധികളെക്കുറിച്ചും വളരെ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. നിരണം ഗ്രന്ഥവരിയും അതുപോലെ തന്നെ ഇട്ടൂപ്പിൻ്റെ സഭാചരിത്രവും EM പീലിപ്പോസ് എഴുതിയതായ സഭാചരിത്രവും ZM പാറയിട്ട് എഴുതിയതായ സഭാചരിത്രവും VC സാമുവലച്ചൻ എഴുതിയതായ പരാമർശനങ്ങളുമൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ മുമ്പിൽ നിങ്ങളുടെ മുമ്പാകെ വന്നിരിക്കുന്നത്. ഒന്നാമത് എനിക്ക് പറയുവാനായിട്ടുള്ളത് മാർത്തോമ ഏഴാമൻ ഭരണമേറ്റതായ കാലഘട്ടം, മാർത്തോമ ഏഴാമൻ മെത്രാപ്പൊലീത്തയായി ഭരിച്ചുകൊണ്ടിരിക്കുന്നതായ ആ കാലഘട്ടം അതിദുർഘടമായ ഒരു പ്രതിസന്ധിയിലൂടെ മലങ്കര സഭ കടന്നു പോകുന്നതായ കാലഘട്ടമായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ഒന്നായിരിക്കുന്ന മലങ്കര സഭ രണ്ടായി വിഭജിക്കപ്പെടുന്ന 1653 നടന്നതായ കൂനംകുരിശ് സത്യത്തോടു കൂടിയാണ്. ആ കൂനംകുരിശ് സത്യം ചെയ്തു കഴിയുമ്പോൾ ഒരു വിഭാഗം ആളുകൾ, പഴയ കൂറ്റുകാരെന്നറിയപ്പെടുന്നവർ, റോമൻ കത്തോലിക്ക സഭാ വിശ്വാസത്തിൽ സഭയുടെ കീഴിൽ നിൽക്കുന്നു. പുത്തൻ കൂറ്റുകാരെന്നറിയുന്ന ആളുകൾ സ്വതന്ത്രമായി നിൽക്കുന്നു. കാലക്രമേണ അത് അന്ത്യോക്യൻ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ, അന്ത്യോക്യൻ സുറിയാനി സഭയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ 2 വിഭാഗങ്ങളായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ മാർത്തോമ ആറാമൻ്റെയും ഏഴാമൻ്റെയും ഒക്കെ ഭരണ കാലഘട്ടം എന്ന് പറയുന്നു. ഇങ്ങനെ 2 കാലഘട്ടമായി 2ആയിട്ട് വിഭജിച്ച് നിൽക്കുകയാണെങ്കിൽ ഏകദേശം ഈ കൂനംകുരിശ് സത്യം കഴിഞ്ഞിട്ട് 100 വർഷങ്ങളെ ആവുന്നുള്ളൂ. അത് 2 സഭാവിഭാഗങ്ങളായിട്ട്, ഒരു സഭയിലെ തന്നെ 2 സഭാവിഭാഗങ്ങളായിട്ട് നിൽക്കുക. ഇപ്പോൾ നമ്മുടെ ഇടയിലുള്ള യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ പോലെ 2 വിഭാഗങ്ങളായിട്ട് നിൽക്കുന്നു, പരസ്പരം സഹകരിക്കുന്നു. ഇത് രണ്ടും ഒന്നായി തീരണമെന്നുള്ള വലിയ ആഗ്രഹം സഭയിലെ ഭൂരിപക്ഷം ജനങ്ങൾക്കും ഉണ്ടായിരുന്നു. അതിനുള്ളതായ ശ്രമങ്ങൾ 2 ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. 2 സഭയെ ഒന്നാക്കി തീർക്കുക എന്നുള്ളത്. അത് റോമൻ കത്തോലിക്കർ ആഗ്രഹിച്ചത് ഈ 2 സഭാവിഭാഗങ്ങൾ റോമൻ കത്തോലിക്ക സഭയുടെ കീഴിൽ വന്നിട്ട് ഒരു സഭയായിട്ട് നിൽക്കുക, മാർപ്പാപ്പായുടെ അധികാരത്തെ അംഗീകരിച്ചുകൊണ്ട്. അതേ സമയത്ത് യാക്കോബായ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന സഭാവിഭാഗം, അല്ലെങ്കിൽ അന്ത്യോക്യൻ സുറിയാനി സഭയുമായിട്ട് ബന്ധത്തിൽ പ്രവേശിച്ച സഭാവിഭാഗം സ്വതന്ത്രമായി നിൽക്കുവാനായിട്ട് ആഗ്രഹിച്ചു. ദിവന്നാസ്യോസ് ഒന്നാമൻ്റെ, മാർത്തോമ ആറാമൻ്റെ കാലഘട്ടത്തിലും ഇത് തമ്മിലുള്ളതായ സംഘടനകൾ നടക്കുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്, സഹകരണം നടക്കുന്നുണ്ട്. സഭ ഒന്നായിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ സഭകളും ഈ 2 സഭാവിഭാഗങ്ങളും ഒന്നിച്ച്
എല്ലാ ഇടവകകളും ഒന്നിച്ച് തൻ്റെ ഭരണത്തിന് കീഴിൽ വരണമെന്ന് ദിവനാസ്യോസ് ഒന്നാമനും ആഗ്രഹിച്ചു. അതേസമയത്ത് ഇത് റോമൻ കത്തോലിക്ക സഭാ വിഭാഗത്തിലായിരിക്കണമെന്ന് റോമൻ കത്തോലിക്ക സഭയിൽ അതിനു മുമ്പുണ്ടായ മെത്രാപ്പൊലീത്തയാണ്, പതിലോമറ്റം കുടുംബത്തിൽ തന്നെ പെട്ട പറമ്പിൽ ചാണ്ടി എന്ന് പറയുന്നതായ ബിഷപ്പ്. അദ്ദേഹമൊക്കെ ആഗ്രഹിച്ചത് റോമൻ കത്തോലിക്ക സഭയുടെ കീഴിൽ ഒന്നായി തീരാനായിട്ടാണ്. ഇതിനുള്ള ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. ദിവന്നാസ്യോസ് ഒന്നാമൻ്റെ കാലത്തും ഈ ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ സഭ ഒന്നാകണമെന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം അതിലേക്ക് പ്രവേശിക്കുന്നത്, അതിനുവേണ്ടി നടത്തുന്നതും. അപ്പോൾ ദിവന്നാസ്യോസ് ഒന്നാമനും അതിന് തയ്യാറാകുക. ഇതിനെ സംബന്ധിച്ചുള്ളതായ കാര്യങ്ങൾ നെഗോഷിയേഷൻസ് ഒക്കെ നടന്നു. നാട്ടുരാജാക്കന്മാരും അതിനെ പിന്തുണയ്ക്കുന്നുണ്ട്, ഡച്ച് അധികാരികളും പിന്തുണയ്ക്കുന്നുണ്ട്, റോമൻ കത്തോലിക്ക അധികാരികൾക്കും അതിനുള്ള ആഗ്രഹമുണ്ട്. ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടന്നിട്ടും ഒന്നും യോജിപ്പാകുന്നില്ല. ആ ഒരു അവസരത്തിലാണ് തച്ചിൽ മാത്തു തരകൻ എന്ന് പറഞ്ഞൊരു റോമൻ കത്തോലിക്കൻ, ആലപ്പുഴ സ്വദേശിയാണ്. അദ്ദേഹം വലിയ കച്ചവട പ്രമുഖനായിരുന്നു. തിരുവിതാംകൂറിലെ ഉപ്പിൻ്റെ വ്യാപാരം മുഴുവനും കുത്തക എടുത്തിട്ടുള്ള ആളായിരുന്നു അദ്ദേഹം. അതേപോലെ തന്നെ അദ്ദേഹം മറ്റ് പല കുത്തക വ്യാപാരത്തിനും ഇടപെട്ടിട്ട് വലിയ ധനാഢ്യനായി തീർന്നു. ആ തരകന് റോമൻ കത്തോലിക്കനായിരുന്നു. അദ്ദേഹത്തിന് കപ്പലുകൾ തന്നെ സ്വന്തമായിട്ടുണ്ടായിരുന്നു. പണവും സ്വാധീനവും ഒക്കെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയും വിപുലമാകുന്നുണ്ട്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന കാർത്തിക തിരുനാളുമായിട്ടും അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട്. റോമൻ കത്തോലിക്കരോടും മാത്തൂത്തരകനോടും അമിതമായ ചായ്വ് ഈ കാർത്തിക തിരുനാൾ മഹാരാജാവ് പുലർത്തിയിരുന്നു. ഇങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കിന് ഈ മാത്തൂത്തരകൻ ഇതിനകത്ത് ഇടപെടുന്നു. അദ്ദേഹം ദിവന്നാസ്യോസിനുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. കൊല്ലത്ത് വെച്ചും നിരണത്ത് വെച്ചും കായംകുളത്ത് വെച്ചും ഒക്കെ ചർച്ചകൾ നടക്കുക. അങ്ങനെ ചർച്ചകളൊക്കെ നടത്തിയിട്ട് ഒന്നും ഒരു പ്രയോജനമില്ല. കാരണം റോമൻ കത്തോലിക്ക സഭയിൽ ചേരണമെന്നുള്ള കർശനമായ നിലപാടിലാണ് മാത്തൂത്തരകൻ നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഉള്ളതായ സ്വാധീനമൊക്കെ അദ്ദേഹം ഉപയോഗിക്കും. ഒന്നും നടക്കാതെ വന്നപ്പോൾ മെത്രാപ്പൊലീത്തായുടെ മേൽ, ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്തായുടെ മേൽ, മാർത്തോമ ആറാമൻ്റെ മേൽ പല കുറ്റങ്ങളും ആരോപിച്ചിട്ട് തിരുവിതാംകൂർ സർക്കാർ അദ്ദേഹത്തിന് 25,000 രൂപ പിഴയോട് കൽപ്പിച്ചു. ആ പിഴയൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കത്തില്ല. അങ്ങനെ പിഴയൊടുക്കാൻ സാധിക്കാതെ വന്നപ്പോഴത്തേക്കിന് നിരണം, ചെങ്ങന്നൂർ, പുത്തങ്കാവ് എന്നീ പള്ളികളും അവയുടെ സ്വത്തുക്കളും ജപ്തി ചെയ്തു. മെത്രാപ്പൊലീത്തായുടെ അംശവടി, സ്ലീബ തുടങ്ങിയ സാമാനങ്ങളും കണ്ടുകെട്ടി 5,000 രൂപ അതിൽ നിന്ന് വസൂലാക്കി. ബാക്കി മെത്രാപ്പൊലീത്ത കാശ് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് നടക്കുന്നില്ല. ഈ സമയത്ത് റോമാവിശ്വാസം സ്വീകരിച്ച് ഉടമ്പടി കൊടുത്താൽ ഈ പണം മുഴുവനും താൻ കൊടുത്തു തീർത്തോളാമെന്ന് മാത്തൂത്തരകൻ പറഞ്ഞു. മെത്രാപ്പൊലീത്ത അതിന് തയ്യാറായില്ല. മെത്രാപ്പൊലീത്ത പറഞ്ഞത്, നിർധനാവസ്ഥയിൽ കാലം കഴിച്ചു കൂട്ടുന്നതാണ് തൻ്റെ പൂർവികരുടെ വിശ്വാസം വിൽക്കുന്നതിനേക്കാൾ തനിക്ക് നല്ലതെന്ന് മെത്രാപ്പൊലീത്ത പറഞ്ഞു. ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞു പിന്നെയും പിഴ ചുമത്തിക്കൊണ്ടിരുന്നു. മെത്രാപ്പൊലീത്ത ചെങ്ങന്നൂർ പള്ളിയിലായിരുന്നു അന്ന്. ചെങ്ങന്നൂർ പള്ളിയിൽ ഉദ്യോഗസ്ഥർ വന്നിട്ട് തഹസീൽദാരും സർവാധികാരിക്കാരും പട്ടാളക്കാരും എല്ലാം ചെങ്ങന്നൂർ വന്നു. എന്നിട്ട് മെത്രാപ്പൊലീത്തായെ ഹൗസ് അറസ്റ്റിലാക്കുക മാത്രമല്ല, നിരണം ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് മേശയ്ക്ക് വെക്കുന്ന വെൺമണി വർക്കിയെയും, അതായത് മെത്രാപ്പൊലീത്തായുടെ ശുശ്രൂഷകനായിട്ടുണ്ടായിരുന്ന വെൺമണി വർക്കിയെയും, സാധനമെഴുത്ത് ക്ലറിക്കൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്രാപ്പിക്കൽ കൊച്ചു വർക്കി മുതൽ പേരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് പിടിച്ചു കെട്ടി അടുപ്പിച്ച് പുത്തങ്കാവിൽ നിന്ന് വന്നതിൽ 2-3 പേരെയും വിലങ്ങിട്ട് പിന്നെയും പല കൂട്ടം ഞെരുക്കങ്ങൾ കത്തനാരന്മാരോടും ഐമേനികളോടും ഒക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തു. അപ്പോൾ പീലിപ്പോസ് റമ്പാനെ വരുത്തി ഞെരുക്കം ചെയ്യണമെന്ന് പറയുക കൊണ്ട് പുത്തങ്കാവിൽ 16 വീട്ടിലും ചെങ്ങന്നൂർ 4 വീട്ടിലും ഈ പട്ടാളക്കാർ ചെന്ന് അതിനെ ബന്ധനത്തിലാക്കി. അവിടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതായ അവസ്ഥ വന്നു. അപ്പോഴത്തേക്കിന് ഇവരാരും ഒളിച്ചു പോകാതിരിക്കാനായിട്ട് തന്നെ പട്ടാളക്കാരെ ആ പ്രദേശങ്ങളിലൊക്കെ ഏർപ്പെടുത്തി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മെത്രാപ്പൊലീത്ത ഹൗസ് അറസ്റ്റില്ല, പള്ളി മേടയിലിരിക്കുക. അദ്ദേഹത്തിന് ഭക്ഷണം കിട്ടുന്നില്ല. കഞ്ഞി കുടിക്കാത്തത് കൊണ്ടും ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടും അദ്ദേഹം ഭയങ്കരമായി ക്ഷീണിച്ചു. ഒരു കരിക്കിട്ട് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നെന്ന് മെത്രാപ്പൊലീത്ത പറയുന്നുണ്ട്. അങ്ങനെ കൽപ്പിച്ചപ്പോൾ ഒരു നായര് ചെന്ന് തെങ്ങിൽ കയറി കരിക്കിട്ട് പിച്ച ചെത്തി കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു. ഇതിൻ്റെ ശേഷം ഒരു പാറാവുകാരൻ തോക്കും കൊണ്ട് മാളികയിൽ കയറി പള്ളി മുറികൾ തുറന്ന് പെട്ടികളും അംശവസ്ത്രങ്ങളും പൂജാപാത്രങ്ങൾ തുടങ്ങി എല്ലാം എടുത്തു. എല്ലാറ്റിൻ്റെയും കണക്കെടുത്തു. ചെങ്ങന്നൂർക്കാരൻ പൂവണഞ്ചാൽ തട്ടാനെ വരുത്തി പൊന്നും വെള്ളിയും കാച്ചി തൂക്കി കണക്കെടുത്ത് പെട്ടികൾ പൂട്ടി. എന്തെങ്കിലും കുഴിച്ചിട്ടുണ്ടോ എന്നറിയാൻ പള്ളി അകവും കല്ലറയും കപ്പ്യാരുടെ പറമ്പും പടിഞ്ഞാറേ പറമ്പും കിളപ്പിച്ചാറെ ഒന്നും കാണായികയാൽ പീഡികൾ കത്തനാരെയും ഷമ്മാശന്മാരെയും ബാല്യക്കാരെയും എല്ലാം പിടിച്ചു. ഏതുവിധേനയും പിഴയൊടുക്കണമെന്നുള്ളതായ കൽപ്പനയാണ് വന്നത്. അപ്പോൾ ഇത്രയും ദണ്ഡനങ്ങൾ ചെയ്യുന്നു. ആളുകളെ ചുറ്റിനുള്ളവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നു. വീടുകളിൽ കയറി റെയ്ഡ് നടത്തുന്നു. ഇതൊക്കെ വന്നപ്പോഴത്തേക്കിന് എങ്ങനെയെങ്കിലും കാശടക്കാമെന്ന് മെത്രാപ്പൊലീത്ത സമ്മതിക്കുന്നു.
ചെങ്ങന്നൂർ പള്ളിയിൽ നിന്ന് ഏകദേശം 30,000 രൂപ സംഘടിപ്പിച്ചു. പിഴയൊടുക്കുവാൻ തയ്യാറായിട്ട് മെത്രാപ്പൊലീത്തായെ ബന്ധിച്ച് തൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ തരകൻ ഉത്തരവിട്ടു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തരകന്റെ നിർദ്ദേശപ്രകാരം മെത്രാപ്പൊലീത്തായെ ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകുവാൻ ആയുധധാരികളായ പടയാളികൾ എത്തി. മാളികയിൽ നിന്ന് മെത്രാപ്പൊലീത്തായെ താഴേക്ക് ഇറക്കി. അദ്ദേഹത്തിന് നേരെ നിൽക്കാൻ പോലും വയ്യായിരുന്നു. എടുത്തുകൊണ്ടാണ് എറപ്പുഴ കടവിലേക്ക് കൊണ്ടുപോരുന്നത്. അവിടെ നിന്ന് വള്ളത്തെ കെട്ടി കൊണ്ടുപോകാനായിട്ടാണ്. മെത്രാപ്പൊലീത്തയെ അറസ്റ്റ് ചെയ്തപ്പോൾ ചെങ്ങന്നൂരും നിരണത്തും ഉള്ളായിരുന്ന ആളുകൾ കൂട്ട നിലവിളിയായിരുന്നു. പുത്തൻകാവ് തെരുവിൽ ജനങ്ങൾ ഇറങ്ങി മാറത്തടിച്ച് നിലവിളിച്ചു. തങ്ങളുടെ മെത്രാപ്പൊലീത്തയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതായ അവസ്ഥയെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ലായിരുന്നു. പുത്തൻകാവിലെ തെരുവിൽ ജനങ്ങൾ മാറത്തടിച്ച് നിലവിളിച്ചു. എറപ്പുഴ കടവിൽ നിന്ന് കെട്ടുവള്ളത്തിലാണ് ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകേണ്ടത്. 5 നാഴിക പുലർച്ചെ, അതായത് വെളുപ്പിനെ തന്നെ കടവിലെത്തി. വഞ്ചി അതുവരെ വന്നില്ല. 7 നാഴിക ഇരുട്ടുന്നത് വരെ കടവിലിരുന്നു. ഇരുവശവും ആയുധധാരികളായ പടയാളികൾ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, മലങ്കര മെത്രാപ്പൊലീത്തായുടെ അന്നത്തെ അവസ്ഥയെന്ന് പറയുന്നത്. അറസ്റ്റ് ചെയ്ത് വള്ളത്തെ കയറ്റാനായിട്ട് പുഴക്കടവിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. 2 വശത്തും പട്ടാളക്കാർ നിൽക്കുക. ജനങ്ങൾക്ക് അദ്ദേഹത്തെ പോയി കാണാനായിട്ട് ഒക്കുന്നില്ല. രാത്രിയിൽ ഉപ്പ് കൊണ്ടുവന്നിരുന്നതായ വഞ്ചിയിൽ നിന്ന് ഉപ്പ് ഇറക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്ന റോമാസഭയിൽ ചേരുവാനായിട്ട് ഉപ്പ് വാരി ഇറക്കി വള്ളം വന്നു. അതിൽ കയറ്റി മെത്രാപ്പൊലീത്തായ ആലപ്പുഴ എത്തിച്ചു. റോമാസഭയിൽ ചേരാൻ തയ്യാറായില്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പുത്തൻകൂർ ക്രിസ്ത്യാനികൾ പലരുടെയും സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം പിടിച്ചെടുക്കുമെന്നുള്ള ഉത്തരവാണ് രാജകൽപ്പനയായി വന്നിരിക്കുന്നത്. തരകൻ അതിനുവേണ്ടി നേതൃത്വം നൽകിയ. ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായപ്പോഴാണ് അവസാനം ആലപ്പുഴ ചെന്നപ്പോഴത്തേക്കിന് അവിടെ പുത്തൻകൂർ ക്രിസ്ത്യാനികളും പഴയകൂർ ക്രിസ്ത്യാനികളുമായ ഒരു വലിയ സംഘം അവിടെ വന്നിട്ടുണ്ട്. ആലപ്പുഴ പള്ളി എന്ന് പറയുന്നത് നിരണം പള്ളിയുടെ ചാപ്പ കുരിശുപള്ളിയായിരുന്നു. അക്കാലത്ത് നിരണം പള്ളിയുടെ കുരിശുപള്ളികളായിരുന്നു ചങ്ങനാശ്ശേരി പള്ളിയും ആലപ്പുഴ പള്ളിയും. അപ്പൊ ആലപ്പുഴ പള്ളിയിലാണ് ഇവർ വന്നേക്കുന്നത്. ആ തരകന്റെ ആധിപത്യത്തിൽ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്താണ്. അവിടെ വന്നു, ആളുകളൊക്കെ വന്നുകൂടിയിട്ടുണ്ട്. അദ്ദേഹത്തെ പിന്നെയും മെത്രാപ്പൊലീത്തായെ വളരെയധികം പീഡിപ്പിച്ചു. 10-12 ദിവസം അദ്ദേഹത്തിന് 10-15 ദിവസത്തോളം അദ്ദേഹത്തിന് അവിടെ താമസിക്കേണ്ടി വന്നു. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ അവസാനം മെത്രാപ്പൊലീത്ത എല്ലാത്തിനും സമ്മതിച്ചു. തരകന്റെ ആളുകൾ എഴുതിക്കൊണ്ടുവന്ന വിശ്വാസ പ്രഖ്യാപന ഉടമ്പടിയും വായിച്ചു പോലും നോക്കാതെ 6-ാം മാർത്തോമ ഒപ്പുവെച്ചു. കൂടെ ഉണ്ടായിരുന്നവരും ഒപ്പുവെച്ചു. 1799 ജൂൺ മാസം 10-ാം തീയതി ആലപ്പുഴയിൽ മീഖായേൽ മാലാഖയുടെ നാമത്തിലുള്ള തത്തമ്പള്ളി പള്ളിയിൽ വെച്ച് മെത്രാപ്പൊലീത്ത റോമൻ കത്തോലിക്ക രീതി അനുസരിച്ച് പുളിപ്പുള്ള അപ്പം മാറ്റി പുളിപ്പില്ലാത്ത അപ്പം പത്തീറ എടുത്ത് മെത്രാപ്പൊലീത്ത റോമൻ രീതിയിൽ കുർബാന അർപ്പിച്ചു. പിറ്റേ ദിവസം തരകന്റെ വീട്ടിലെത്തി കണ്ടുകിട്ടിയ വസ്തുക്കളെല്ലാം അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുകയും ചെയ്തു. ഇങ്ങനെയാണ് ഇവർ റോമൻ കത്തോലിക്ക സഭാ വിശ്വാസത്തിലേക്ക് വിശ്വാസികളെ മുഴുവനും ചേർത്ത് ബലമായിട്ട് സഭ ഒന്നാക്കാനായിട്ട് ശ്രമിച്ചത്. ഇനിയും E.M. ഫിലിപ്പോസ് എഴുതിയിരിക്കുന്ന വായിക്കാം. ഈ സംഭവം നടന്ന് 2 ആഴ്ചക്കകം ദക്ഷിണ തിരുവിതാംകൂറിലെ ഹിന്ദുക്കളുടെ ഒരു ലഹളയെ അമർച്ച ചെയ്യുന്നതിനായി മാത്തൂത്തരകൻ തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വന്നു. പ്രസ്തുത ലഹളയ്ക്ക് കാരണം തരകന് കുത്തകയായിരുന്ന ഉപ്പിന്റെ വില നിസ്സീമമായി വർദ്ധിപ്പിച്ചു എന്നുള്ളതായിരുന്നു. വഴിമധ്യേ അദ്ദേഹം ക്ഷുഭിതരായ ജനാവലിയുടെ കയ്യിൽ അകപ്പെടുകയും അവർ അദ്ദേഹത്തെ കഠിനമായി താടിക്കുകയും ഒരു ചെവി മുറിച്ചെടുത്ത് ചില ചെടികളുടെ ഇലകൾ കൂട്ടിയിട്ട് ഉപ്പ് കൂടാതെ വേവിച്ച് അയാളെ തീറ്റിക്കുകയും ചെയ്തു. തരകനോട് ജനങ്ങൾ കാണിച്ച ക്രൂരത, കാരണം അത്രയ്ക്ക് സഹികെട്ടിരുന്നു ഇവർ. ഉപ്പിന്റെ വില നിശ്ചയിക്കുന്ന അങ്ങേര, ആ വില കൂടി. അദ്ദേഹം ടാക്സ് കൊടുക്കേണ്ടി വന്നു. ആ ടാക്സ് പിടിച്ചെടുത്തിട്ട് ഗവൺമെന്റിന് കൊടുക്കുക. ഇത്രയുമായി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇലകളെല്ലാം കൂടെ കൂട്ടിയിട്ട് ഉപ്പ് കൂടാതെ വേവിച്ച് അയാളെ തീറ്റിച്ചു. തിരുവിതാംകൂർ രാജാവ് ഇതറിഞ്ഞിട്ട് അതിന് പകരമായി അദ്ദേഹത്തിന് സ്വർണം കൊണ്ടുള്ള ഒരു ചെവി സമ്മാനിച്ചു കൊടുത്തു. പക്ഷേ തരകന്റെ അധോഗതി അവിടെ ആരംഭിക്കുക. ഇതോടുകൂടി അദ്ദേഹത്തിന്റെ അധപ്പതനം ആരംഭിച്ചു. തരകന്റെ അപ്രതീക്ഷിതമായ അധപ്പതനം മൂലം ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്തായ്ക്ക് ആലപ്പുഴ നിന്ന് രക്ഷപ്പെട്ടു വരാനായിട്ട് സാധിച്ചു. ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്ത നിരണത്ത് എത്തിച്ചേർന്നു. റോമാവിശ്വാസം സ്വീകരിച്ചതിനും പുളിപ്പില്ലാത്ത അപ്പം വെച്ച് കുർബാന ചൊല്ലിയതിനും മെത്രാപ്പൊലീത്ത ക്ഷമാപണം ചെയ്യുകയും പ്രായശ്ചിത്തമായി അന്നത്തെ 72 പള്ളികളിൽ 23 കുർബാന വീതം മെത്രാപ്പൊലീത്ത ചെലവ് ചെയ്ത് കഴിപ്പിക്കുകയും ചെയ്തു. ഇത്ര ദീർഘമായി ഈ ദിവന്നാസ്യോസ് ആറാമന്റെ കാര്യം ഞാൻ പറഞ്ഞത്, ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്തയുടെ സഹായിയായിരുന്നുകൊണ്ട് സഭയെ നയിച്ചയാളാണ് മാർത്തോമ ഏഴാമൻ. വിശ്വാസികളുടെ വിശ്വാസം പതറിപ്പോകാതെ
റോമൻ കത്തോലിക്ക സഭയിലേക്ക് മുഴുവൻ ആളുകളും ഒന്നിച്ചു ചേർന്നു പോകുന്ന ഒരു ഒഴുക്ക് ഇല്ലാതെയാക്കുവാനായിട്ട് മെത്രാപ്പൊലീത്തായി അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എങ്കിലും വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിൽക്കുകയും ഒന്നിച്ചു മലങ്കര സഭയെ നിലനിർത്തുകയും ചെയ്തയാളാണ് മാർത്തോമ ഏഴാമൻ. 1796 മുതൽ ഏഴാം മാർത്തോമ ആറാമൻ്റെ സഹായിയായി ഉണ്ടായിരുന്നു. ഒരു സഹായ മെത്രാപ്പൊലീത്ത എന്നുള്ള നിലയിൽ മാത്രമല്ല, സ്വന്തം കാരണവരും അനന്തരവനും എന്ന നിലയിലാണ് അവർ പരസ്പരം സ്നേഹിച്ചതും സഭയ്ക്ക് നേതൃത്വം നൽകിയതും. മാർത്തോമ ആറാമൻ ബന്ധനസ്ഥനായപ്പോൾ ജനങ്ങളോടൊപ്പം നിന്ന് അവർക്ക് ധൈര്യം നൽകി. സഭയുടെ നേതൃസ്ഥാനത്ത് നിന്ന് ദിവന്നാസ്യോസ് ഒന്നാമൻ കാലം ചെയ്ത ശേഷം അദ്ദേഹം ആ നേതൃത്വം ഏറ്റെടുത്തു. അങ്ങനെ സഭയെ 13-14 വർഷത്തോളം നയിച്ചയാളാണ് മാർത്തോമ ഏഴാമൻ മെത്രാപ്പൊലീത്ത. രണ്ടാമത് എനിക്ക് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് പറയുവാനായിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹം പട്ടമേറ്റ സ്ഥിതിയും പട്ടമേറ്റ രീതിയെയും കുറിച്ചാണ്. മാർത്തോമ ഏഴാമൻ്റെ മെത്രാൻ സ്ഥാന ആരോഹണം. മാർത്തോമ ഒന്നാമൻ മുതൽ നമുക്കറിയാം എല്ലാ മെത്രാന്മാരും മാർത്തോമ ഏഴാമൻ വരെയുള്ളവർ, എട്ടാമനും ഒമ്പതാമനും അവർ രണ്ടാമത്തെ വന്നിരിക്കുന്ന ആളുകൾ ദത്ത് മൂലം വന്നതാണെങ്കിലും മാർത്തോമ ഒന്നാമൻ മുതൽ മാർത്തോമ ഏഴാമൻ വരെയുള്ള എല്ലാ മെത്രാന്മാരും പകലോമറ്റം കുടുംബത്തിൽപ്പെട്ട ആളുകളായിരുന്നു. മാർത്തോമ ആറാമൻ്റെ അഥവാ ദിവന്നാസ്യോസ് ഒന്നാമൻ പുത്തങ്കാവിൽ കാലം ചെയ്ത പിതാവ്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പകലോമറ്റം കുടുംബത്തിൽ തന്നെ പെട്ട ആളായിരിക്കണം അദ്ദേഹത്തിൻ്റെ പിൻഗാമി എന്ന്. പകലോമറ്റം കുടുംബത്തിൽ നിന്ന് മെത്രാസ്ഥാനം നിലനിൽക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. 1700 അദ്ദേഹം ഇത് ആഗ്രഹിക്കുന്ന ഉണ്ടെങ്കിൽ ഈ റോമൻ കത്തോലിക്കരുമായിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. നമുക്കറിയാം 1799 വരെ ഈ ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോവാം. അവസാനമാണ് തത്തമ്പള്ളിയിൽ വെച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. ഈ സന്ധ്യാലോചനകൾ നടക്കുന്ന കാലത്ത് ഏതെങ്കിലും വിധത്തിൽ മലങ്കര സഭ ഒന്നായി റോമൻ കത്തോലിക്ക സഭയിൽ ചേരേണ്ട ഒരു അവസ്ഥ ഉണ്ടായാൽ മാർത്തോമ ആറാമന് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി പകലോമറ്റം കുടുംബത്തിൽ തന്നെ പെട്ട ഒരാൾ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമായിരുന്നു. അദ്ദേഹം റോമൻ കത്തോലിക്ക അധികാരികളുമായിട്ട് ചർച്ച നടത്തുന്ന അവസരത്തിൽ റോമിലെ പൊപ്പഗാൻഡ സമൂഹത്തിലെ അധികാരികളോട് ഇവിടെ ഉണ്ടായിരുന്നവർ അറിയിച്ചത്, റോമാക്കാരോട് അദ്ദേഹം ആവശ്യപ്പെടുന്നത് തൻ്റെ കാലശേഷം അനന്തരവനെ പിൻഗാമിയായി കിട്ടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ആ ആഗ്രഹത്തിൻ്റെ ഫലം അദ്ദേഹം നടത്താൻ നിർവർത്തിക്കാനായിട്ട് വരിക. അപ്പം അദ്ദേഹത്തിന് ഒരു സംശയമുണ്ട്, ഏതെങ്കിലും രീതിയിൽ ഇതുമായിട്ട് അങ്ങ് യോജിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ പറയാനായിട്ട് സാധിക്കത്തില്ല എൻ്റെ അനന്തരവനെ ആക്കണമെന്ന്. പിന്നെ റോമിൻ്റെ അധികാരവും റോമിൻ്റെ അനുവാദവും ഒക്കെ ഉണ്ടെങ്കിലേ ഒക്കത്തുള്ളൂ. അപ്പം അതിനു വേണ്ടി കാത്തിരിക്കാതെ അദ്ദേഹം 1796 തന്നെ, അതായത് തത്തമ്പള്ളിയിൽ വെച്ച് കുർബാന ചെല്ലുന്നതിന് ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, 1796 3-4 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ചെങ്ങന്നൂരിൽ വെച്ച് മെത്രാപ്പൊലീത്തയായിട്ട് ഈ മാർത്തോമ ഏഴാമനെ വാഴിക്കുന്നു. ഈ ചർച്ചകളൊക്കെ നടക്കുന്നതായ കാലഘട്ടത്തിൽ അദ്ദേഹം മാർത്തോമ ഏഴാമനെ പിൻഗാമിയായിട്ട് വാഴിച്ചു. രണ്ടാമതൊരു കാര്യം പറയുവാനായിട്ടുള്ളത്, ഇവിടെ മെത്രാന്മാരെ വാഴിക്കുന്ന അന്ത്യോക്യ പാത്രികസിന്റെ നിർദ്ദേശപ്രകാരം വരുന്ന പരദേശി മെത്രാന്മാരായിരിക്കണമെന്നുള്ള ഒരു ധാരണ ആ കാലഘട്ടത്തിൽ ഉണ്ടായി വരിക. മാർത്തോമ നാലാമൻ അഞ്ചാമനെ വാഴിച്ചു. അദ്ദേഹം മെത്രാപ്പൊലീത്ത ആയിരിക്കുമ്പോഴാണ് ഇവിടെ കൽദായ സഭയിൽ നിന്ന് ഗബ്രിയേൽ വരുന്നത്. അതേപോലെ തന്നെ റോമൻ കത്തോലിക്കരുടെ ഉപദ്രവമുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ സുറിയാനി സഭയുടെ വിശ്വാസം, സത്യവിശ്വാസം പുലർത്തുവാനായിട്ട് യോഗ്യരായ മെത്രാന്മാരെ അയച്ചു തരണം, അത് പഠിപ്പിക്കാനായിട്ട് അയച്ചു തരണമെന്ന് പറഞ്ഞ് മാർത്തോമ അഞ്ചാമൻ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായ്ക്ക് എഴുതുന്നുണ്ട്. അങ്ങനെ 2-3 എഴുത്തുകൾ നെന്ത കമ്പനിക്കാർ വഴിയൊക്കെ കൊടുത്തു വിടുന്നുണ്ട്. അതുപോലെ തന്നെ മാർത്തോമ അഞ്ചാമൻ സ്ഥാനമേറ്റത് നാലാമനിൽ നിന്നാണ്. അപ്പോൾ അന്ത്യോക്യൻ സുറിയാനി സഭയിൽപ്പെട്ട മെത്രാച്ചന്മാരാരും ഇവിടെ ഇല്ല. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനം സ്ഥിരീകരിക്കാനായിട്ട് ആളുകളെ വിടണം, മെത്രാച്ചന്മാരെ വിടണമെന്ന് പറഞ്ഞ് ലെന്ത കമ്പനിക്കാർ വഴി മലങ്കര സഭയിലെ തന്നെ ഒരു വിഭാഗം ആളുകളും ആവശ്യപ്പെടുന്നുണ്ട് പാത്രിയർക്കീസ് ബാവായോട്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് 1751 ബസേലിയോസ് സക്രള ബാവായും അദ്ദേഹത്തോടൊപ്പം ഗ്രിഗോറിയോസും ഈവാനിയോസും എന്ന് പറയുന്ന മെത്രാപ്പൊലിത്തന്മാരെ ഇവിടെ വരുന്നത്. അവർ വന്ന് ആദ്യം അവർ ചെയ്യാൻ പോയ കാര്യം എന്താണെന്നറിയാമോ? മാർത്തോമ അഞ്ചാമന് 2ാമത് പട്ടം കൊടുക്കണമെന്ന്. മാർത്തോമ അഞ്ചാമൻ പറഞ്ഞാൽ സാധ്യമല്ല. അദ്ദേഹത്തിൻ്റെ മുൻഗാമിയിൽ നേരിട്ടുള്ള പട്ടത്തിൻ്റെ വാലിഡിറ്റിയെക്കുറിച്ച് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് 2ാമത് പട്ടം വയ്ക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം തയ്യാറായില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം ഈ മെത്രാച്ചന്മാർ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ 1761 നിരണത്ത് വെച്ച് മാർത്തോമ ആറാമനെ സ്വന്തം നിലയിൽ വാഴിച്ചു.
അപ്പോൾ പൗരോഹിത്യ പിന്തുടർച്ച ഇവിടെ കൊണ്ടുപോകാനായിട്ട് ഇവിടെയുള്ള മെത്രാച്ചന്മാർ മതി, വിദേശത്ത് നിന്നാരും വരേണ്ട കാര്യമില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം മാർത്തോമ അഞ്ചാമനുണ്ടായിരുന്നു. ആ ബോധ്യത്തിന്റെ പശ്ചാത്തലത്തിൽ മാർത്തോമ ആറാമനെ വാഴിച്ചു. ആ ബോധ്യം തന്നെ മാർത്തോമ ആറാമനും ഉണ്ടായിരുന്നു. ഇവിടെ വന്ന മാർത്തോമ അഞ്ചാമൻ 1765 കാലം ചെയ്യുന്നു. അതിനുശേഷം മാർത്തോമ ആറാമൻ ചുമതല ഏറ്റെടുക്കുന്നു. പക്ഷെ അന്നേരം ഇവിടെ ഉണ്ടായിരുന്ന മെത്രാച്ചന്മാർ വീണ്ടും നിർബന്ധിക്കുക. വളരെയധികം സമ്മർദ്ദത്തിന് വിധേയനായി മാർത്തോമ ആറാമൻ. അപ്പോഴാണ് ഇവിടെ ഉണ്ടായിരുന്ന നിരണത്ത് പള്ളിയിൽ വെച്ച് ഇവിടെ ഉണ്ടായിരുന്ന ഗ്രിഗോറിയോസും ഈവാനിയോസും ചേർന്ന് നിരണം പള്ളിയിൽ വെച്ച് മാർത്തോമ ആറാമന് സ്ഥാനസ്ഥിരീകരണം നൽകുകയും അദ്ദേഹത്തെ മലങ്കര സഭയ്ക്ക് പൂർണ്ണ അധികാരമുള്ള മെത്രാപ്പൊലീത്തായി ഉയർത്തുകയും ചെയ്തു. എന്നാൽ പുരാതനമായ മാർത്തോമ എന്ന പേര് ഉപേക്ഷിച്ച് ദീവന്നാസ്യോസ് എന്ന പേര് സ്വീകരിക്കുന്നതിന് അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വന്നു. ദീവന്നാസ്യോസിന് ഉള്ളിൽ ഇതിൽ താല്പര്യമില്ലായിരുന്നു. എങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് അദ്ദേഹം വഴങ്ങി. അധികാരത്തിനോ പ്രതാപത്തിനോ ഒട്ടും മങ്ങലേൽക്കാതെ അദ്ദേഹം മാർത്തോമ ആറാമൻ എന്നുള്ള പേര് ഉപേക്ഷിച്ച് ദീവന്നാസ്യോസ് എന്ന പേരിൽ ഭരണം നടത്തുകയും ചെയ്തു. റോമാക്കാരുടെ പീഡനങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്. അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ സക്രള ബാവ 1764 കാലം ചെയ്തു. മാർ ഗ്രിഗോറിയോസ് 1773 കാലം ചെയ്തു. മാർ ഇവാനിയോസും ഒരുമിച്ച് മാർ ദീവന്നാസ്യോസ് ഒന്നിച്ച് പ്രവർത്തിക്ക് വരിക. ഇവാനിയോസിന്റെ സഹായിയായ കായംകുളംകാരൻ പീലിപ്പോസ് കത്തനാരുണ്ടായിരുന്നു. വേദപുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ കായംകുളം പീലിപ്പോസ് റമ്പാച്ചനാഥ്. അദ്ദേഹം ഈവാനിയോസ് മെത്രാപ്പൊലീത്തായുടെ വിദേശത്ത് അന്ത്യോക്യ പാത്രികേസിന്റെ അടുക്കൽ നിന്ന് ഈവാനിയോസുമായിട്ടുള്ള നല്ല ബന്ധമായിരുന്നു. അദ്ദേഹത്തിന്റെ സഹായിയായിട്ട് പ്രവർത്തിച്ചു. ദീവന്നാസ്യോസിന്റെ സഹായി അദ്ദേഹത്തിന്റെ സ്വന്തം അനന്തരവൻ മാത്തൻ കത്തനാരും ഉണ്ടായിരുന്നു. 1794 ഏപ്രിൽ 17 പെസഹ വ്യാഴാഴ്ച ആയിരുന്നു. അന്ന് ദീവന്നാസ്യോസ് മെത്രാപ്പൊലീത്ത ചെങ്ങന്നൂർ പള്ളിയിൽ വെച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ച് ഈവാനിയോസ് മെത്രാപ്പൊലീത്തായുടെ സാന്നിധ്യത്തിൽ കായംകുളം പീലിപ്പോസ് കത്തനാർക്കും സ്വന്തം അനന്തരവനായ മാത്തൻ കത്തനാർക്കും റംബാൻ സ്ഥാനം നൽകി. അന്ന് പെസഹ വ്യാഴാഴ്ചയായിരുന്നു. ഈവാനിയോസ് മെത്രാപ്പൊലീത്തായും അന്ന് സന്നിഹിതനായിരുന്നു. ചില ആളുകൾ പറയാറുണ്ട് ഈവാനിയോസ് മെത്രാപ്പൊലീത്തയാണ് ഇദ്ദേഹത്തിന് റംബാൻ സ്ഥാനം നൽകിയെന്ന്. വാസ്തവത്തിൽ അത് ശരിയല്ല. കാരണം പിറ്റേ ദിവസം ദുഃഖവെള്ളിയാഴ്ച ഈവാനിയോസ് മെത്രാപ്പൊലീത്ത കാലം ചെയ്തു. 1794 ഏപ്രിൽ 18 ദുഃഖവെള്ളിയാഴ്ചയായിരുന്നു. അന്ന് ഈവാനിയോസ് മെത്രാപ്പൊലീത്ത കാലം ചെയ്ത് ചെങ്ങന്നൂർ പള്ളിയുടെ മധുബഹായുടെ തെക്കു ഭാഗത്ത് അടക്കം ചെയ്യുകയും ചെയ്തു. ഈവാനിയോസ് മെത്രാപ്പൊലീത്ത കാലം ചെയ്തതിന് ശേഷം 1796 മെയ് 5 ഗീവർഗീസ് സഹദായുടെ പെരുന്നാൾ ദിവസം ചെങ്ങന്നൂർ പള്ളിയിൽ വെച്ച് തന്നെ ദീവന്നാസ്യോസ് മെത്രാപ്പൊലീത്ത മാത്തൻ റംബാനെ മാർത്തോമ ഏഴാമൻ എന്ന പേരിൽ മെത്രാനും പിൻഗാമിയുമായി വാഴിച്ചു. ദീവന്നാസ്യോസ് എന്നുള്ള പേര് മാറ്റി മാർത്തോമ എന്നുള്ള പേര് മാറ്റിയിട്ട് ദീവന്നാസ്യോസ് എന്നുള്ള പേര് ദീവന്നാസ് ഒന്നാമൻ മെത്രാപ്പൊലീത്തായ്ക്ക് കിട്ടിയെങ്കിലും തൻ്റെ പിൻഗാമിയെ വാഴിച്ചപ്പോൾ വീണ്ടും മാർത്തോമ എന്ന പേര് തന്നെയാണ് ദീവന്നാസ്യോസ് മെത്രാപ്പൊലീത്ത അദ്ദേഹത്തിന് നൽകിയത്. മലങ്കര സഭയുടെ ഭാവിയെക്കുറിച്ച് അദ്ദേഹത്തിന് ശരിയായ ദർശനമുണ്ടായിരുന്നു. ഇവിടെ നിലച്ചു പോകാതെ മേൽപ്പെട്ട സ്ഥാനത്തിന്റെ പിന്തുടർച്ച ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അത് ഇവിടെ തന്നെയുള്ള മെത്രാപ്പൊലീത്തന്മാർ പട്ടം കൊടുത്താൽ മതിയാകുമെന്നുള്ള പൂർണ്ണ ബോധ്യവും ഉത്തമ ബോധ്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. വിദേശത്ത് നിന്ന് വന്ന മെത്രാച്ചമാരൊക്കെ കാലം ചെയ്യുന്നതുവരെ അദ്ദേഹം കാത്തിരുന്നു. മാർത്തോമ അഞ്ചാമനാണെങ്കിൽ സക്രള ബാവായും ഈവാനിയോസും ഗ്രിഗോറിയോസും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ തന്നെ പിൻഗാമിയെ വാഴിച്ചു. അതേ സമയത്ത് മാർത്തോമ ആറാമൻ തൻ്റെ പിൻഗാമിയായിട്ട് മാർത്തോമ ഏഴാമനെ അവരൊക്കെ മാറിയതിനു ശേഷമാണ് വായിക്കുന്നത്. അതുപോലെ തന്നെ അന്ത്യോക്യൻ സഭയുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം പറയാനുള്ളത്, 1807 ദിയസ്കോറോസ് എന്ന പേരായ ഒരു മെത്രാൻ അന്ത്യോക്യ പാത്രികീസിന്റെ പേരും പറഞ്ഞ് ഇവിടെ വന്നു. ആദ്യം അദ്ദേഹത്തിന് സ്വീകരണമൊക്കെ ലഭിച്ചു. ദീവന്നാസ്യോസ് മെത്രാപ്പൊലീത്തായുമായിട്ട് ഒന്നിച്ച് അദ്ദേഹം താമസിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം പള്ളികൾ സന്ദർശിക്കാൻ പുറപ്പെട്ട് ആവശ്യപ്പെടുന്ന സംഖ്യ കൊടുക്കാത്ത കത്തനാരന്മാരെയും നസ്രാണികളെയും ദേഹോപദ്രവം ചെയ്തു തുടങ്ങി. മെത്രാപ്പൊലീത്തായുമായി തെറ്റിയ ദിയസ്കോറോസ് മെത്രാച്ചൻ കൊച്ചിയിൽ താമസിച്ചു കൊള്ളണം, വേറൊരിടത്തും പോകരുതെന്ന് റെസിഡന്റ് ആജ്ഞാപിച്ചു. തെക്ക് നിന്ന് അപ്പോൾ കച്ചവടത്തിനായി കൊച്ചിയിൽ വന്ന ചിലരുടെ വള്ളത്തിൽ കയറി കൊച്ചിയിൽ നിന്ന് അദ്ദേഹം കടന്നു കളഞ്ഞു. ഒടുവിൽ കേണൽ മക്കോളി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കപ്പലിൽ കയറ്റി
സ്വദേശത്തേക്ക് പറഞ്ഞു വിട്ടു. ദിയസ്കോറോസ് പള്ളികൾ കണ്ട വിലപിടിപ്പുള്ള വകകൾ അപഹരിച്ചു റെസിഡന്റിന്റെ പട്ടാളക്കാരെ അയച്ച് പിടിപ്പിച്ച് ആലപ്പുഴ കൊണ്ടുപോയി തടവിൽ പാർപ്പിക്കുകയും നാടത്ത് കിടത്തുകയും ചെയ്യുന്ന ഇട്ടൂപ്പ് പറയുന്നുണ്ട്. ദിയസ്കോറോസ് അന്ത്യോക്യ പാത്രികീസിന്റെ പ്രതിനിധിയായിരുന്നു. ശൂര സ്വഭാവക്കാരനായിരുന്നതിനാൽ സസന്തോഷം സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. മക്കോളി അദ്ദേഹത്തെ തിരിച്ചയച്ചു എന്നാണ് EM പീലിപ്പോസ് പറയുന്നത്. ദിയസ്കോറോസ് മെത്രാപ്പൊലീത്ത പ്രവർത്തിച്ച കുറെ അധികം കാര്യങ്ങളെക്കുറിച്ച് നിരണം ഗ്രന്ഥവരിയിൽ പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം പറയുവാനായിട്ടുള്ളത്, ആ സമയത്ത് അന്ത്യോക്യ പാത്രിയർക്കീസിന്റെ അധികാരവും സ്ഥാനവും മലങ്കരയിൽ ഉറപ്പിക്കണമെന്ന് ഇവിടെ വന്ന മെത്രാപ്പൊലീത്തന്മാർ ആഗ്രഹിച്ചു. നമുക്ക് പറയാം, സക്രള്ള ബാവായും ഈവാനിയസ് മെത്രാപ്പൊലീത്തായും ഗ്രിഗോറിയസ് മെത്രാപ്പൊലീത്തായും ഒക്കെ വളരെയധികം സേവനം മലങ്കര സഭയ്ക്ക് ചെയ്തിട്ടുണ്ട്. മലങ്കര സഭയുടെ ആരാധനയിലും വിശ്വാസം പഠിപ്പിക്കുന്നതിലും ആരാധന പരിപുഷ്ടിപ്പെടുത്തുന്നതിലും അത് പ്രചരിപ്പിക്കുന്നതിലും ഒക്കെ ഈവാനിയസ് മെത്രാപ്പൊലീത്തായും ഒക്കെ വഹിച്ച പങ്കിനെ കുറിച്ച് യാതൊരു ആക്ഷേപവുമില്ല. വളരെ ഭംഗിയായിട്ട് അവരത് ചെയ്തിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ട് പ്രവർത്തിച്ചു. മലങ്കര സഭയെ ഇന്ന് കാണുന്ന വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് കൊണ്ടുവന്നത് ആ പിതാക്കന്മാർ തന്നെയാണ്. പക്ഷേ ഇവിടെ പാത്രിയർക്കീസിന്റെ അധികാരം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുകയും എല്ലാം അവരുടെ ചൊൽപ്പിടിയിൽ ഒടുക്കിക്കൊണ്ട് മുന്നോട്ട് ഭരണം നിർവഹിച്ചു കൊണ്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തപ്പോൾ മാർത്തോമ 5-ാമനും മാർത്തോമ 6-ാമനും മാർത്തോമ 7-ാമനും അതിനെ ശക്തിയുക്തം എതിർത്തു. അക്കാര്യത്തിൽ അവർ വിജയിക്കുകയും ചെയ്തു. മൂന്നാമത് എനിക്ക് മാർത്തോമ 7-ാമന്റെ കാര്യത്തെക്കുറിച്ച് പറയുവാനായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കാലത്ത് നിക്ഷേപിക്കപ്പെട്ട വട്ടിപ്പണത്തെക്കുറിച്ചാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ആണ്ടുതോറും പലിശ ലഭിക്കത്തക്കവണ്ണം മലങ്കര മെത്രാപ്പൊലീത്ത പലിശക്കിട്ട പണമാണ് വട്ടിപ്പണം. അത് സ്ഥിരം നിക്ഷേപമാണ്. മാർ ദീവന്നാസ്യോസ് 1-ാമനാണ് വട്ടിപ്പണം നിക്ഷേപിച്ചതെന്ന് നാം പറയാറുണ്ട്. പക്ഷെ അതല്ല. 1808 മാർ ദീവന്നാസ്യോസിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമി മാർത്തോമ 7-ാമൻ 10,500 രൂപ വരുന്ന 3000 പൂവരാഹൻ സ്റ്റാർ പഗോഡ പ്രതിവർഷം 8% പലിശ സമുദായത്തിന് ലഭിക്കത്തക്കവണ്ണം ബ്രിട്ടീഷ് കമ്പനിയിൽ സ്ഥിരമായി നിക്ഷേപിച്ചു. ആ സംഖ്യയിൽ ഒരു ഭാഗം മാർ ദീവന്നാസ്യോസ് സമുദായത്തിൽ നിന്ന് പിരിച്ചുണ്ടാക്കിയതും ബാക്കിയുള്ളത് കേണൽ മക്കോളിയുടെ സഹകരണത്താൽ ലഭിച്ചതുമാണ്. ചില പള്ളികളൊക്കെ നശിപ്പിച്ചതിന് തിരുവിതാംകൂറിൽ ലഹള നടന്നിരുന്ന ഒരു കാലഘട്ടത്തിലും ഒക്കെ ലഭിച്ചതായിരുന്നു ഈ പണമെന്നൊക്കെ പറയാറുണ്ട്. എന്തായാലും അതിനെക്കുറിച്ചല്ല നമ്മളിവിടെ പറയുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ആ പണം സ്വരൂപിച്ചത് ദീവന്നാസ്യോസ് 1-ാമനാണ്. എന്നാൽ 1808 ഏപ്രിലിൽ അദ്ദേഹം കാലം ചെയ്തതിന് ശേഷം 1808 ഡിസംബർ 1-ാം തീയതി ആ പണം റെസിഡൻസി ഖജനാവിൽ സ്വീകരിച്ചതായി രേഖ ലഭിച്ചത് മാർത്തോമ 7-ാമനാണ്. അത് സംബന്ധിച്ചുള്ള ഒരു രസീത് ഇസഡംപാറയിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ തിരുവിതാംകൂർ ഡിസംബർ 1, 1808, വൃശ്ചികം 18, 984. ബഹുമാനപ്പെട്ട കമ്പനി സ്ഥിരം വായ്പയായി 3000 പൂവരാഹൻ മലബാറിലെ സുറിയാനി സഭയുടെ ആക്ടിംഗ് മെത്രാനായ മാർത്തോമ മെത്രാപ്പൊലീത്തായിൽ നിന്ന് ഇന്നേ ദിവസം പറ്റിയതായും ഈ പൂർവിക സഭയുള്ള കാലത്തോളം അതിൻ്റെ മെത്രാപ്പൊലീത്തായ്ക്കോ മെത്രാനോ ക്രമാനുസരണം പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള മേൽപ്പട്ടക്കാരനോ ഈ സംഖ്യയുടെ 8% പലിശ രസീതിൻ പടി ആണ്ടുതോറും തിരുവിതാംകൂറിൽ കൊടുത്തുകൊള്ളാമെന്ന് സമ്മതിച്ചതായും തിരുവിതാംകൂറിലെ റെസിഡൻസ് കേണൽ മക്കോളി ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു രേഖ അതിൻ്റെ രസീതായിട്ടുണ്ട്. ദീവന്നാസ്യോസ് മെത്രാപ്പൊലീത്ത സ്വരൂപിച്ച പണം അദ്ദേഹം ഗവൺമെന്റിൽ സ്ഥിരം നിക്ഷേപമിട്ടുവെന്നും അദ്ദേഹത്തിന്റെ പരലോക ഗമനത്തിന് 5 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമിയായിരുന്ന 7-ാം മാർത്തോമായുടെ പേർക്ക് ഈ സംഖ്യയ്ക്ക് കടപ്പത്രം എഴുതി കൊടുത്തു എന്നാണ് EM പീലിപ്പോസ് എഴുതിയിരിക്കുന്നത്. അതിൽ നിന്ന് ലഭിക്കുന്ന പലിശ ധർമ്മ വിഷയത്തിന് വിനിയോഗിക്കുവാൻ വട്ടിക്കിടുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്തത് മാർ ദീവന്നാസ്യോസ് ആണ്. പണം കൊടുത്തത് അദ്ദേഹത്തിന്റെ പിൻഗാമി 7-ാം മാർത്തോമായാണ്. ആദ്യമായി ഒരു വർഷത്തെ പലിശ 840 രൂപ വാങ്ങിയതും മാർത്തോമ 7-ാമനാണ്. ആണ്ടിനാൽ 840 രൂപ മാത്രം കിട്ടുന്ന ഈ വട്ടിപ്പണത്തിന് വേണ്ടി സഭയിൽ നടന്നിട്ടുള്ള വ്യവഹാരങ്ങളെ കുറിച്ച് നമുക്കറിയാം. വട്ടിപ്പണ കേസ് എന്ന് പറഞ്ഞു, 1-ാം വട്ടിപ്പണ കേസുണ്ട്, 2-ാം വട്ടിപ്പണ കേസുണ്ട്, സമുദായ കേസുണ്ട്. ഇവിടെയെല്ലാം പ്രധാനപ്പെട്ട ഒരു തർക്കം ഈ വട്ടിപ്പണത്തെ കുറിച്ചായിരുന്നു. 840 രൂപ വരുമാനമുള്ള വനത്തിന്റെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപയാണ് കേസുകൾക്കായിട്ട് ചെലവഴിച്ചിട്ടുള്ളത്. അത് ഇപ്രകാരം ചെലവഴിക്കുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യമൊക്കെ പലയിടത്തും ഉയരാറുണ്ട്. മലങ്കര സമുദായത്തിന്റെ സ്വത്തുക്കളുടെയും നിയന്ത്രണാധികാരത്തിന്റെയും ചിഹ്നമായതുകൊണ്ടാണ് ഇതിന് ഇത്രയധികം വ്യവഹാരങ്ങൾ നേരിടേണ്ടി വന്നത്. മലങ്കര സഭയുടെ അധികാരത്തിന്റെ പൈതൃക സ്വത്തിന്റെ
അവകാശമാണ് വട്ടിപ്പണത്തിലൂടെ കാണിക്കുന്നത്. മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനത്തെക്കുറിച്ച് തർക്കമുണ്ടായപ്പോൾ ആരാണ് യഥാർത്ഥ മലങ്കര മെത്രാപ്പൊലീത്ത, ആരാണ് ഇതിൻ്റെ പലിശ വാങ്ങുവാൻ അധികാരമുള്ള ആളുകൾ എന്ന് ചോദിക്കുവാൻ വേണ്ടിയാണ് മാത്യൂസ് അത്താനാസ്യോസിൻ്റെ കാലത്തും വട്ടശ്ശേരി തിരുമേനിയുടെ കാലത്തും ഗീവർഗീസ് ദിദിയൻ ബാവ തിരുമേനിയുടെ കാലഘട്ടത്തിലും ഒക്കെ ഈ വട്ടിപ്പണത്തെക്കുറിച്ച് കേസുകൾ ഉണ്ടായിട്ടുള്ളത്. അത് മലങ്കര സഭയുടെ പൈതൃക സ്വത്താണ്. ദിവന്നാസ്യോസ് ഒന്നാമൻ ആർജിച്ചെടുത്തിട്ടുള്ളതാണ്. മാർത്തോമ ഏഴാമൻ നിക്ഷേപിച്ചിട്ടുള്ളതും മലങ്കര സഭയ്ക്ക് അതിൻ്റെ പലിശ ആണ്ടിനാൽ ലഭിക്കേണ്ടതുമാണ്. ആ തുകയെക്കുറിച്ചാണ് വന്നത്. പൗലോമറ്റം കുടുംബത്തിൽപ്പെട്ട മെത്രാപ്പൊലീത്തന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഒരു തരത്തിൽ പറഞ്ഞാൽ ദിവന്നാസ്യോസ് ഒന്നാമൻ തന്നെയാണ്. എന്നാൽ മലങ്കര സഭ അന്ന് അഭിമുഖീകരിച്ച എല്ലാ പ്രശ്നങ്ങളുടെയും കടന്നുപോയി അദ്ദേഹത്തിൻ്റെ സഹായിയായി നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലടികളെ പിന്തുടർന്ന് സഭയുടെ നേതൃത്വം നൽകിയ ആളാണ് മാർത്തോമ ഏഴാമൻ. മാർ ദിവന്നാസ്യോസ് ഒന്നാമൻ കൂടുതൽ കാലം നിരണം, ചെങ്ങന്നൂർ, പുത്തങ്കാവ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ്, തെക്കൻ പ്രദേശങ്ങളിലാണ് താമസിച്ചതെങ്കിൽ മാർത്തോമ ഏഴാമൻ കൂടുതൽ കാലം കോലഞ്ചേരി, മുളന്തുരുത്തി എന്നിവിടങ്ങളിലാണ് താമസിച്ചിട്ടുള്ളത്. മാർത്തോമ ആറാമൻ്റെ മാർ ദിവന്നാസ്യോസിൻ്റെ 30-ാം അടിയന്തരത്തോടനുബന്ധിച്ച് അദ്ദേഹം നിരണത്തിയെന്ന് മാർ ദിവന്നാസ്യോസിൻ്റെ മുറി തുറപ്പിച്ച് സഭാഭരണം ഏറ്റെടുത്തു. പൗലോമറ്റം മെത്രാന്മാരിൽ ഏറ്റവും വിവേകമതിയായി സഭയെ നയിക്കാൻ ശ്രമിച്ചയാളാണ് മാർത്തോമ ഏഴാമൻ. കായംകുളം പീലിപ്പോസ് റമ്പാനെയും പുലിക്കോട്ടിൽ ഇട്ടൂപ്പ് റമ്പാനെയും മുഖ്യ ഉപദേശകരായി അദ്ദേഹം കൂടെ നിർത്തി. മാർത്തോമ ആറാമൻ എഴുതാൻ ആരംഭിച്ച നിരണം ഗ്രന്ഥവരി എഴുതി പൂർത്തിയാക്കുവാൻ, അത് തുടർന്ന് എഴുതുവാൻ, അതിൻ്റെ എഡിറ്റിംഗ് ചുമതലകൾ കായംകുളം പീലിപ്പോസ് റമ്പാന് നൽകി അത് തുടർന്ന് എഴുതിയത് മാർത്തോമ ഏഴാമനാണ്. 1806 നിരണം ഗ്രന്ഥവരി എഴുതുവാൻ ആരംഭിച്ചു. അത് പിന്നെയും തുടർന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ, വാക്കുകൾ പറയാനായിട്ടുള്ളത്. പൊതുവെ ജനസമ്മതനും സ്വാത്വികനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണകാലവും പൊതുവെ ശാന്തമായിരുന്നു. ഭരണമേറ്റ് 15 മാസം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് അസുഖമായി. ഇട്ടൂപ്പ് എഴുതിയിരിക്കുന്നത് 1809 മിഥുനമാസത്തിൽ ദീനം തുടങ്ങുകയും ആ മാസം 22-ാം തീയതി, അതായത് 1809 ജൂലൈ 4-ന് കണ്ടനാട്ട് വെച്ച് മരിക്കുകയും അവിടെ സ്ഥലമില്ലായകയാൽ കോലഞ്ചേരി പള്ളിയിൽ അടക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹം സൗമ്യനും സത്യഭക്തനും മതാനുഷ്ഠാനങ്ങളിൽ വളരെ കൃത്യനിഷ്ഠയുള്ളവനുമായിരുന്നു എന്നാണ് EM പീലിപ്പോസ് അദ്ദേഹത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ആ പരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മ അനുഗ്രഹത്തിനായിരിക്കട്ടെ. അദ്ദേഹത്തെക്കുള്ള സ്മരണ മലങ്കര സഭയ്ക്കെന്നും പ്രചോദനം നൽകട്ടെ. ആ വന്യപിതാവിൻ്റെ, പുണ്യപിതാവിൻ്റെ പ്രാർത്ഥനകളിൽ അഭയം പ്രാപിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.